കാനഡയിലെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള പല വിദ്യാർത്ഥികളും അവർ പഠനശേഷം ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് പഠനശേഷം അവർക്ക് കിട്ടേണ്ട PGWP അഥവാ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻ അവരെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ളൊരു ഇൻഫർമേഷനും കാനഡ ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. പലരും 3 മാസവും 6 മാസവും 8 മാസമൊക്കെ ആയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് PGWP കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് കാനഡയിൽ പഠനശേഷം ജോലി ചെയ്യാതെ തന്നെ അവരുടെ റെൻറ്റും അവരുടെ എക്സ്പെൻസും എല്ലാം കയ്യിൽ നിന്ന് മുടക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാനഡ ഗവൺമെൻറ് അവർക്കെല്ലാം ആശ്വാസം എന്ന രീതിയിൽ അവരെല്ലാം PGWP അപ്രൂവ് ചെയ്തേക്കുന്നത്. 2025 ആദ്യത്തെ ക്വാർട്ടറിൽ തന്നെ 8,34,000 ടെമ്പററി റെസിഡൻറ്റ് ആപ്ലിക്കേഷൻസ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി തൊട്ട് മാർച്ച് വരെ ഏകദേശം 1 ലക്ഷം സ്റ്റഡി പെർമിറ്റും 2 ലക്ഷം വർക്ക് പെർമിറ്റും അതേപോലെ തന്നെ 3 ലക്ഷം വിസിറ്റിംഗ് വിസയാണ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തേക്കുന്നത്. ഇതിനകത്തുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് PGWP അപ്രൂവ് ചെയ്തതാണ്. കാരണം കുറച്ച് നാളായിട്ട് ഏറ്റവും അധികം സ്റ്റുഡൻസ് അവർ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന ഒരു സമയമാണ് PGWP കിട്ടാതിരിക്കുക എന്ന് പറയുന്നത്. കാരണം PGWP ഇല്ലെങ്കിൽ കാനഡയിലെ പഠിത്തം കഴിഞ്ഞെങ്കിൽ പോലും ഒരു ജോലിക്ക് കയറാനോ അതുമല്ല ഇവിടെ ഒരു PR വേണ്ടി ഇനി ആ വർക്ക് എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സാധ്യമല്ലായിരുന്നു. അങ്ങനെ എല്ലാവരും വളരെയധികം വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സുപ്രധാനമായിട്ടുള്ളൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതുവഴി ഏകദേശം 2 ലക്ഷം പേർക്കാണ് PGWP കിട്ടുകയും അവർക്ക് തുടർന്ന് കാനഡയിൽ ഇനി ഒരു 3 വർഷത്തോളം വർക്ക് പെർമിറ്റ് ഉള്ളത് കാരണം അവർക്കിവിടെ കാനഡയിൽ നിൽക്കുകയും അതിന് ഇനി ഒരു വർഷത്തിന് ശേഷം അവർക്ക് PRൻ്റെ ആപ്ലിക്കേഷനൊക്കെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഞാനിത് പറയുമ്പോൾ പലരും വിചാരിക്കും ഈ PGWPക്ക് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു അല്ലെങ്കിൽ ടെമ്പററി റെസിഡൻസിൻ്റെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരുടെ എല്ലാം അപ്രൂവ് ആയി എന്ന്. ഒരിക്കലുമല്ല. ഏകദേശം 13 ലക്ഷമായിരുന്നു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. അതിൽ നിന്ന് വെറും 8,34,000 ആപ്ലിക്കേഷൻസ് മാത്രമേ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തോളൂ. ഇതിൽ നിന്ന് നമുക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ അപ്രൂവ് ചെയ്തത് ഇന്ത്യക്കാർ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ആണ് എന്നുള്ളതാണ്. ഏകദേശം 3,82,000 ആപ്ലിക്കേഷൻസാണ് ഇന്ത്യയുടെ സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്തത് അപ്രൂവ് ചെയ്തേക്കുന്നത്. ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് അപ്രൂവ് ചെയ്തേക്കുന്നത് നൈജീരിയയും അതിനുശേഷം വരുമ്പോൾ ചൈനയും പിന്നെ ഫിലിപ്പീൻസുമാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനകത്ത് ഗവൺമെൻറ് സെലക്ട് ചെയ്ത ചില ക്രൈറ്റീരിയ ബേസിസ് ആണ്. അതെന്ന് പറയുന്നത് എഡ്യൂക്കേഷന് അതേപോലെ ഇപ്പം ഏറ്റവും കാനഡയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോബുകളുടെ ഓപ്പർച്യൂണിറ്റിയൊക്കെ അനുസരിച്ചും മാത്രമല്ല ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസിസും ഒക്കെ ആയിരുന്നു. ഹ്യൂമാനിറ്റേറിയൻ ബേസിസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സെലക്ട് ചെയ്തിട്ടുള്ളത് ഉക്രൈനിയൻസിനെയും ഇറാനിയൻസിനെയാണ്. കാനഡ ഗവൺമെൻറ് ഇത്രയധികം ആപ്ലിക്കേഷൻസ് അപ്രൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇത് കുറച്ച് പേർക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ പോലും ബാക്കി പലരെ ഇതൊരു ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് 2026 ആകുമ്പോഴത്തേക്ക് കാനഡയുടെ പോപ്പുലേഷൻ അതായത് ടെമ്പററി റെസിഡൻസിൻ്റെ കാനഡയിലുള്ളവരുടെ പോപ്പുലേഷൻ വെറും 5% കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാം ഇപ്പോഴത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 7%. അതിനെ വീണ്ടും കുറയ്ക്കുക എന്നാണ് 2026 മാർക്ക് കാർണിയുടെ ഗവൺമെൻറ് പറയുന്ന കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇത്രയധികം ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇനിയും ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നത് എന്നാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ കാനഡയിലെ സ്റ്റുഡൻറ്റ് വിസയിൽ ഒരു ക്യാപ്പ് കൊണ്ടുവരികയും PRന് കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുത്തുകയും ഒക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർക്ക് കാർണി അധികാരത്തിൽ വന്നത്. അദ്ദേഹം ആ ജസ്റ്റിൻ ട്രൂഡോ കൊണ്ടുവന്നേക്കുന്ന നിയമങ്ങളൊക്കെ അതേപോലെ കണ്ടിന്യൂ ചെയ്യുകയും അത് മാത്രമല്ല കുറച്ച് കൂടുതൽ റൂൾസുകൾ അദ്ദേഹം സ്ട്രിക്റ്റ് ആക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്താണ് ഇത്രയധികം ആപ്ലിക്കേഷൻസ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പലർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഈ നമുക്കറിയാം ഇപ്പോൾ അടുത്ത സമയത്ത് PRൻ്റെ ഒരു ഡ്രോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത്. ഇപ്പം CEC കാറ്റഗറിയിലൊക്കെ ഡ്രോ നടന്നിട്ട് ഏകദേശം 6 മാസത്തോളമായി. മാത്രമല്ല അവസാനം ഡ്രോ നടന്നപ്പോൾ വെറും 500 പേരെയൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും പേരെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള പലർക്കും ഈ PGWP ഒക്കെ അപ്രൂവ് ചെയ്യുന്നത് വഴി അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള പലർക്കും ആശ്വാസകരമായിട്ടുണ്ടെങ്കിൽ പോലും അവർക്കും ഇനി എന്താണ് ഇനിയും ഭാവിയിൽ വരാൻ പോകുന്നത്, അവർക്കൊരു PRൻ്റെ അപ്രൂവലിൻ്റെ സമയത്ത് ഇനി എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും, അതോ PRന് വേണ്ടി വേറെ ഇനി സ്ട്രിക്റ്റ് ആയിട്ടുള്ള വേറെ റൂൾസ് കൊണ്ടുവരാൻ പോവുകയാണോ ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല.
കാനഡ ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനത്തെ ഉള്ളൊരു ഡിസിഷൻസ് കാരണം കാനഡയിലെ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായമാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ അപ്രൂവ് ചെയ്യുന്നത് വഴി ഇപ്പോഴുള്ള പ്രതിസന്ധികളൊക്കെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെയുള്ള ഹൗസിംഗ് ക്രൈസിസും അതേപോലെ തന്നെ ഹെൽത്ത് കെയറിൻ്റെ പ്രോബ്ലംസും ഒക്കെ വീണ്ടും രൂക്ഷമാക്കുകയാണ് ഇത്രയധികം ആപ്ലിക്കേഷൻസ് അപ്രൂവ് ചെയ്ത വഴി എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് ഇങ്ങനത്തെ ലിബറൽ ആയിട്ടുള്ള റൂൾസുകളാണ് ഈ രാജ്യത്തിന് നല്ലതെന്നാണ്. ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള പല ആൾക്കാരും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ 2-3 വീടുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള വീടുകളൊക്കെ അവർ വാങ്ങിയേക്കുന്നത് ഈ ടെമ്പററി റെസിഡൻസ് ആയിട്ട് വരുന്നവർക്കെല്ലാം വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നൊരു ഉദ്ദേശത്തിലാണ്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് ഇങ്ങനെയുള്ള ടെമ്പററി റെസിഡൻസിൻ്റെയൊക്കെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ അവരുടെ വീടുകൾക്കൊക്കെ ഒരു വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ വാടകയ്ക്ക് താമസിക്കാൻ ആൾക്കാരെ കിട്ടാതെയൊക്കെ വരുന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ബാധ്യത ഉണ്ടാവുകയും അവർക്ക് ബാങ്ക്രപ്സി വരെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മറുസൈഡായിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ ആപ്ലിക്കേഷൻസൊക്കെ കൂടുതൽ അപ്രൂവ് ചെയ്യുകയും മാത്രമല്ല ഇനിയും സ്റ്റുഡൻറ്റ് വിസയിലുള്ള ആൾക്കാരെല്ലാം വീണ്ടും കാനഡയിലേക്ക് കൊണ്ടുവരികയും വേണം എന്നാണ്. മാത്രമല്ല ഇപ്പോൾ ഇത്രയധികം ആൾക്കാർ വന്നത് കാരണം പലരും ബിസിനസ് അവർ ഇലാബറേറ്റ് ചെയ്യുകയും അവർ കുറച്ചുകൂടെ അത് വലുതാക്കുകയൊക്കെ ചെയ്തു. കാരണം ആൾക്കാർ ജോലിക്ക് എടുക്കാൻ കിട്ടും, അങ്ങനെയുള്ള സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ളത് കാരണം അവരെയൊക്കെ ജോലിക്ക് നിർത്തി അവരുടെ ബിസിനസ് വളർത്താം എന്നൊരു മുൻകണ്ടുകൊണ്ട് പലരും ബിസിനസ്സിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുകയുണ്ടായി. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഉള്ള ടെമ്പററി റെസിഡൻസിൻ്റെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് കുറയുകയും അതുവഴി അവർക്ക് നഷ്ടത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. കാനഡ ഗവൺമെൻറ് ഇത്രയധികം ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തത് പലർക്കും ഒരു 30-40 ലക്ഷം മുടക്കി കാനഡയിൽ പഠിക്കാൻ വന്നിട്ടുള്ള പലർക്കും നല്ല രീതിയിൽ ആശ്വാസം നൽകുന്നൊരു വാർത്ത തന്നെയാണ്. എങ്കിലും ഇത്രയധികം റെസിഡൻസ് ഇവിടെ കാനഡയിലുള്ളത് ഇനി PR കിട്ടാനുള്ളൊരു കോമ്പറ്റീഷൻ കുറച്ചുകൂടി ടഫാക്കുമല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഇങ്ങനത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.